വേളാങ്കണ്ണി കാർ ട്രിപ്പിൻ്റെ പാർട്ട് 4ലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളപ്പോൾ രാവിലത്തെ 9 മണിക്കുള്ള മലയാളം കുർബാന കാണാൻ മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേളാങ്കണ്ണിയിലെ ഏറ്റവും വലിയ പള്ളിയാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് മലയാളം കുർബാന കാണുന്ന ഒരു വലിയ പള്ളിയാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. അതുപോലെ തന്നെ വലിയൊരു അൾത്താരയും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പള്ളിയിലാണ് 9 മണിക്കത്തെ മലയാളം കുർബാന നടക്കുന്നത്. ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഈശോയുടെ അടുത്ത് വരികയും ശിഷ്യന്മാർ തടയുകയും ഇത് കണ്ട ഈശോ ശിഷ്യന്മാരോട് കുട്ടികൾ എൻ്റെ അടുത്ത് വരുവിൻ, അവർ തടയരുത്. ആ ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട സ്റ്റാച്ചുവാണ് നമ്മളിപ്പോൾ കാണുന്നത്. തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി പള്ളി. മാതാവ് ഉണ്ണീശോൻ്റെ കൈകളിൽ ഏന്തിയുള്ള മാതാവിൻ്റെ തിരുസ്വരൂപം പ്രാർത്ഥനയും കണ്ണീരും അർപ്പിച്ച് നാനാജാതിയിൽപ്പെട്ട വിശ്വാസികൾ എത്തിച്ചേരുന്ന ദേവാലയം. മുട്ടിലിഴഞ്ഞും തലമുണ്ടനം ചെയ്തും അമ്മത്തൊട്ടിൽ കെട്ടിയും വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനയുമായി തന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രധാന തിരുനാൾ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെയാണ്. വിശ്വാസികൾ ധാരാളമായി എത്തുന്ന ഈ ദിവസങ്ങളിൽ വേളാങ്കണ്ണിയിൽ തിക്കും തിരക്കും ഏറെയാണ്. മാതാവിൻ്റെ അത്ഭുത ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവാലയത്തിൻ്റെ പിറവി. ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിൻ്റെ ആദ്യ ദർശനം ലഭിച്ചത്. അതിനുശേഷം മോര് വിൽപ്പനക്കാരനായ ഒരു മുടന്തൻ ബാലന് ദർശനം ലഭിക്കുകയും അവൻ ആരോഗ്യവാനാകുകയും ചെയ്തതോടെ മാതാവ് ആരോഗ്യമാത എന്നറിയപ്പെടാൻ തുടങ്ങി. അന്നാണ് മാതാവിൻ്റെ അരുളപ്പാട് പ്രകാരം ആ മോര് വിൽപ്പനക്കാരൻ്റെ യജമാനൻ ഓലമേഞ്ഞൊരു പള്ളി നിർമ്മിച്ചത്. ഈ സംഭവങ്ങൾ നടക്കുന്നത് AD 1500 1600 കാലഘട്ടത്താണെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ കാണുന്ന ദേവാലയത്തിന് നിർമ്മിതിക്ക് ആധാരമായ സംഭവം നടക്കുന്നത്. പതിനേഴാം നൂറ്റാണ്ടിലാണത്. ബംഗാൾ ഉൾക്കടലിലെ കടൽക്ഷോഭത്തിൽപ്പെട്ട ഒരു കപ്പൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും അവർ തങ്ങളുടെ കപ്പൽ വേളാങ്കണ്ണി തീരത്തടുപ്പിക്കുകയും ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് വിശ്വസിച്ച കപ്പലിലുണ്ടായിരുന്നവർ അന്നുണ്ടായിരുന്ന ദേവാലയത്തെ കുറച്ചുകൂടി വലിപ്പമുള്ളതാക്കി മാറ്റി നിർമ്മിച്ചു. പിന്നീട് വേളാങ്കണ്ണിയിലുള്ള ഓരോ യാത്രയിലും അവർ അവിടെ എത്തുകയും ദേവാലയത്തിൻ്റെ നവീകരണത്തിൽ മുഴുകുകയും ചെയ്തു. മഞ്ഞപ്പട്ടെടുത്ത ഉണ്ണീശോനെ കൈകളിലെടുത്തിട്ടുള്ള മാതാവിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണെന്നാണ് വാമൊഴികൾ. 1962 ബസലിക്കയായി വേളാങ്കണ്ണി പള്ളി ഉയർത്തപ്പെട്ടത്. 5 ഏക്കറിലാണ് വേളാങ്കണ്ണിയിലെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്നു ഈ ദേവാലയം. എല്ലാ ദിവസവും ഇവിടെ സന്ദർശകരെ അനുവദിക്കാറുണ്ട്. പ്രാർത്ഥന അർപ്പിക്കാനും കുർബാന സ്വീകരിക്കാനുമൊക്കെ അവസരങ്ങളുമുണ്ട്. ദേവാലയത്തിൽ രാവിലെ 5:45 ആദ്യ കുർബാന. തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലെല്ലാം കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. രാവിലെ 5 തുറക്കുന്ന ബസലിക്ക അടക്കുന്നത് രാത്രി 9 മണിക്കാണ്. ക്രിസ്തീയ ആചാരങ്ങൾ കൂടാതെ ഹൈന്ദവ ആചാരങ്ങൾക്കും നിലകൊള്ളുന്ന ഇവിടെ നേർച്ചയായി തലമുണ്ടനം ചെയ്യുന്നവരും കുട്ടികളുണ്ടാകുന്നതിനായി അമ്മത്തൊട്ടിൽ കെട്ടുന്നവരും വിവാഹബന്ധം വേർപിരിയാതിരിക്കാനായി ആമപ്പൂട്ട് പൂട്ടി താക്കോൽ കടലിലേക്ക് വലിച്ചെറിയുന്നവരും ധാരാളമാണ്. അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിനായി ദേവാലയ മുറ്റത്തു നിന്നും മുട്ടിലിഴയുന്നവരും വിവാഹം നടക്കാനായി മഞ്ഞച്ചരട് വഴിപാടായി സമർപ്പിക്കുന്നവരും ധാരാളം.
ഈ കാണുന്നത് പള്ളിയുടെ തന്നെ സ്റ്റാളാണ്. പലതരത്തിലുള്ള മാതാവിൻ്റെ ഫോട്ടോസും കൊന്തയും തിരിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ നേരെ പോകുന്നത് വേളാങ്കണ്ണി ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീച്ചിന് ഇരുവശത്തും കൊന്തയും തിരികളുമുള്ള കടകൾ ധാരാളമായി നമുക്കിവിടെ കാണാൻ സാധിക്കും. വേളാങ്കണ്ണിയിൽ വന്നാൽ ബീച്ചിലിറങ്ങാതെ പോകുന്നവരുടെ എണ്ണം ചുരുക്കമായിരിക്കും. ബീച്ചിൽ ഇതുപോലുള്ള കുറേ കച്ചവട സ്ഥാനങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ പ്രത്യേകതയാണ്, മീനൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കും ലൈവായിട്ട്.
ഈച്ച വരാതിരിക്കാൻ ഇവിടെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിച്ചത്, NRC ലോഡ്ജ്. ഇവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് റൂം. 3 ബെഡിൻ്റെ റൂമാണിത്. റൂമിൻ്റെ റെൻറ്റ് വരുന്നത് 1400 രൂപയാണ്. AC നോൺ AC എല്ലാം അവൈലബിൾ ആണ്. ഇതാണ് കിച്ചൺ. കിച്ചണിൽ ഭക്ഷണം പാകാനുള്ള വെള്ളം ഇവിടെ നമുക്ക് കിട്ടും. 20 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെള്ളത്തിന് 50 രൂപയാണ്.